എണ്ണ എടുത്തത് നല്ല ചൂടായി. എണ്ണ ചൂടായി. ഞാൻ കടുക് ഇടുകയാണ്. ഇനി അതൊന്നും പൊട്ടട്ടെ. ഒരു നുള്ളി ശേഷം ഉലുവ. അടുത്തിടാൻ പോണത് ഒരു നുള്ളി പെരിഞ്ജീരകം. അടുത്തതിനാണ് പച്ചമുളക്. അടുത്തിടാൻ പോണത് ഇഞ്ചി. വേപ്പിൻ്റെ ഇല ഒക്കെ ഒന്ന് വഴറ്റി വെച്ചോട്ടെ. ഒരു നുള്ളല്ല കുറച്ച് മഞ്ഞപ്പൊടി. ഇനി ഒന്ന് ഇളക്കുക. മഞ്ഞപ്പൊടി. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് ലേശം മുളകും പൊടി, 2 സ്പൂൺ. അതേ വേണ്ട, കുറച്ച് മുളകും പൊടി. അത് പിന്നെ ഞാൻ ഇടാൻ പോകുന്നത് കുറച്ച് ഉപ്പ് ഉണ്ടായിക്കോ, പാകത്തിനുണ്ടായി. അച്ചാറും പൊടിയാണ് ഇടുന്നത്. കുറച്ച് അച്ചാറും പൊടി ഇടാം, പാകത്തിന്. തോരടണ്ട, എരി കൂടും. അതൊന്ന് ഇളക്കുക. ചൂടായി വരുമ്പോൾ ഇളക്കുക. സുർക്ക. സുർക്കയിലിങ്ങനെ വന്നത് കാണും. ഇത് സുർക്ക. ഇങ്ങനെ ചൂടാവട്ടെ. കുറച്ച് ഉലുവ, അധികം ഉലുവ. നല്ലവണ്ണം പൊട്ടിയിട്ട് വറുത്തിട്ട് ഇതിൽക്കിടാനുള്ള ഉലുവ കടുക് വറുത്ത് പൊടിച്ചിടുക. എനിക്ക് 2 ഉണക്കമുളക് ഇടുന്നുണ്ട്. ഉണക്കമുളക് ഒറ്റമുളക് അതിടുക. അതാണ്ട് അത് മറ്റേ ഇതിൽക്കിടുക. ഉണക്കമുളക് ഇതാക്കിയതാണ് ഇടാൻ പോകുന്നത്. ഇനി അതിലേക്ക് ശരിയായി അതയക്കുക. ഇനി അത് ഇതും കൂടി ഇളക്കിയിട്ട് ഉലുവ പൊടിച്ചതിൽക്കിടുന്നുണ്ട്. ഉലുവ പൊടിച്ചതട്ടാ. നന്നായി ഇളക്കുക. പോരെങ്കിൽ ഇനി സുർക്ക നമുക്ക് ഒഴിച്ചെടുക്കാം. അപ്പം ഞാൻ ഇട്ടുകണ സുർക്ക പോരെങ്കിൽ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. സുർക്കൻ്റെ പോരായി ഉണ്ടെങ്കിൽ ഇത് ഇട്ട് കൊടുക്കണം, അല്ലെങ്കിലോ അച്ചാർ നന്നാവില്ല. ഇന്നലെ ഉണ്ടാക്കിയ അച്ചാറാണിത്. ഒരു കുപ്പിയിലേക്ക് ഒരു കുപ്പി.